മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ ഒരുക്കുന്ന ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രമാണ് വിഷഫ. സിനിമയുടെ അപ്ഡേറ്റുകളെല്ലാം ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിനിമയുടെ റിലീസ് തീയതിയും അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരുന്നു. നവംബർ 6-നാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസിനെത്തും. ഇപ്പോഴത്തെ സിനിമയുടെ സിനോപ്സ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ്. രണ്ട് കാലഘട്ടങ്ങളിലാണ് വിഷഫയുടെ കഥ അരങ്ങേറുന്നത്. ആദ്യ പകുതിയിൽ ആധുനിക കാലഘട്ടവും രണ്ടാം പകുതിയിൽ പീരിയോഡിക് കാലഘട്ടമാണ് കാണിക്കുന്നത്. ദേവനിരയിലെ ഒരു ധനികനാണ്. ഒരു യാദാവ് കൂടിയാണ് ഇദ്ദേഹം. വ്യാപാരി തന്റെ സമ്പത്ത് വളർത്താൻ ശ്രമിക്കുന്നു. ആദിദേവന്റെ വളർച്ചയിൽ അസൂയപ്പെടുകയും ശത്രുത കാണിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് ദർപ്പണൻ ഗുണ. ശത്രുക്കൾ ആക്രമിക്കുന്നതും ചെറുക്കുന്നതുമാണ് കഥ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2025 സീറ്റുകൾ വാരിക്കൂട്ടിയ മോഹൻലാലിന്റെ അടുത്ത വിജയമാകുമോ വിഷഫ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സംവിധായകൻ നന്ദകിഷോർ ഒരുക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രമായി മലയാളം, തെലുങ്ക് ഭാഷകളിലാണ് ഒരുക്കുന്നത്. കൂടാതെ തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷയിലേക്കും ചിത്രം മൊഴിമാറ്റിയെത്തും. ഏകദേശം 200 കോടി രൂപ ബജറ്റിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ആക്ഷനും പുരാണവും വികാരങ്ങളും സമന്വയിപ്പിച്ച ഒരു ദൃശ്യവിരുന്നായിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. നന്ദകിഷോർ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും. സിനിമയുടെ ചിത്രീകരണം നേരത്തെ തന്നെ മോഹൻലാൽ പൂർത്തിയാക്കിയിരുന്നു. അടുത്തിടെ മോഹൻലാൽ ചിത്രത്തിന് ഡബ്ബിംഗ് ജോലികളും പൂർത്തിയാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ബോളിവുഡ് താരമായ ഷനായ കപൂറും സാറാ ഖാനും രാഗിണിയും ശ്രീകാന്ത് മേനോൻ തുടങ്ങി വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമകളൊന്നായി വിഷവ മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഒരു ഇതിഹാസ കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിൽ എത്തുമ്പോൾ അതുകൊണ്ടാക്കുന്ന ആവേശം ചെറുതല്ല. അതുകൊണ്ട് തന്നെ മലയാള സിനിമാ ലോകം മാത്രമല്ല, ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ഈ ചിത്രത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.